വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടെ വെറുതെ ഇരിക്കുകയല്ല, അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു. സോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ അതിങ്ങനെ റൂമിലോട്ട് വന്ന് ഒരു ഷോർട്സ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കാലത്ത് ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തുള്ള അമ്പലമാണ്. അവിടെ പോയിട്ട് ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് ബാൽക്കണിയിൽ അവിടെ പോട്ടെ. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അവിടെ പോയി ഇരിക്കും. വെയിൽ വരുന്നതിന് മുമ്പ്, വെയിൽ അധികം ആയിട്ടില്ല, അതിന് മുമ്പ് പോവാണ്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഇൻട്രൊഡക്ഷൻ ഫുൾ ഞാൻ ഇവിടെ നിന്നാണ് ഒരു ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. മീൻസ് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരുന്നേ. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നോർമലി കുറച്ച് തെങ്ങുകൾ നിൽക്കും പോലെ ആട്ടോ തോന്നുക. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു വൈബ് അത് ഒരു ഡിഫറെൻ്റ് ആട്ടോ. അത് ഇവിടെ വന്ന് ഇരുന്ന് തന്നെ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ കാണുന്നുണ്ട് ഈ സ്കൈ ഒക്കെ കണ്ടോ. ഇതെന്ന് വെച്ചാൽ രാവിലെ എണിച്ച് വന്ന് കാണണം. ആ ടൈമിലുള്ള വ്യൂ, കുറച്ചും മഞ്ഞൊക്കെ വീണൊരു വ്യൂ ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയാട്ടോ കാണാൻ. പിന്നെ ഇത് ഇപ്പുറത്തൊരു തെങ്ങില് ഓറഞ്ച് തേങ്ങ, അത് എന്താന്ന് എനിക്കറിയില്ല. അത് കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അത് വർഷങ്ങളായിട്ട് ഈ കളറാട്ടോ ഇതിന്. റിക്കിയുടെ അടുത്തൊന്ന് പോയാലോ, അവനെന്താ ചെയ്യണം നോക്കട്ടെ. അവനെ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് എനിക്ക് സമാധാനമില്ല കേട്ടോ. ഇവനിവിടെ തേങ്ങയുടെ അടുത്തൊക്കെ പോയി എന്തോ നോക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ മണത്ത് നോക്കുക. പിന്നെ ഇത് ഇപ്പുറത്ത് കണ്ടോ, ഇന്നലെ ഒരു ഇന്നിട്ട ഷോർട്സ് ആട്ടോ. ഇതിൽ കുറച്ച് ഈ വള്ളിയിൽ കുറച്ച് കൊത്തമരി ഇല്ലേ, അതിൻ്റെ എന്തോ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ. അതിൻ്റെ പിങ്ക് കളറിലുള്ള പൂവൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇവൻ്റെ ശരീരത്തിൽ ഭയങ്കര പെയിൻ ശല്യം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൊറിച്ചിൽ. കുളിപ്പിച്ചു കൊടുത്താൽ എത്ര പെയിന് കളഞ്ഞാലും വീണ്ടും വീണ്ടും ചൊറിയുക. എന്ത് മരുന്ന് യൂസ് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല കേട്ടോ അവൻ്റെ ഇത് മാറാൻ വേണ്ടിയിട്ട്. ഇവനെ കണ്ടിട്ട് എന്നോട് ചോദിച്ചത് നാടനാണോ അതോ ക്രോസ് ബ്രീഡാണോ എന്ന് ചോദിച്ചവരുണ്ട് കേട്ടോ. ബട്ട് ഇവനെ കണ്ട നാടൻ പോലെയും തോന്നും, ബട്ട് അല്ലാതെയും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു പറയൂ കേട്ടോ. നാളെ ഒന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. കാരണം അടുത്ത മാസം ഫുൾ ടെമ്പിൾ വിസിറ്റ് ആണ്. ടെമ്പിൾ വിസിറ്റ് ഇൻ ദ സെൻസ് ജസ്റ്റ് ഇങ്ങനെ വെറുതെ പോയിട്ടൊന്ന് തൊഴുതിയിട്ടൊക്കെ വരിക. ഞങ്ങൾ ചോറ്റാനിക്കര വരെ പോകുന്നുണ്ട് ഫാമിലിയായിട്ട്. അതായത് ഞങ്ങൾ 5 പേര് മാത്രം, എൻ്റെ ഒരു ഫാമിലി, അതായത് അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ, ഞാൻ, അങ്ങനെ ഞങ്ങൾ 5 പേര് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ചോറ്റാനിക്കര വരെ പോയി തൊഴുതിയിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കും. എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കണം. അപ്പോൾ ഈ ടൈം പോകുമ്പോൾ തന്നെ ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടൈം പോകുന്ന പോലെയല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ നോക്കി സംസാരിക്കുമ്പോൾ ആക്ച്വലി ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുകയല്ലേ, അതൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുകയല്ലേ, അതുപോലെ തോന്നും അങ്ങനെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡ്ഡലി ചമ്മന്തി ആയിരുന്നു കേട്ടോ. ബട്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, കാരണം ചമ്മന്തി പെട്ടെന്ന് തീർന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് ചെടികളൊക്കെ അമ്മ നട്ടിട്ടുണ്ട്. എനിക്ക് ചിലത് എന്തൊക്കെ ചെണ്ടുമല്ലി, ഇവിടെ മുളക്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അമ്മ ഇത്തിരി ചെടിയൊക്കെ കുറച്ച് ക്രേസുള്ള ആളാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ചെണ്ടുമല്ലി, മുല്ലപ്പൂ, ചെമ്പരത്തി, മുളക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ ഇതെല്ലാം വെച്ചു. ഇപ്പുറത്തൊരു പപ്പായ മരമുണ്ട്. ഇതൊക്കെ ഇഷ്ടംപോലെ പപ്പായ ഇവിടെ മേലെ ഷീറ്റ് ഇട്ടുകൊണ്ട്. പിന്നെ ഞാൻ എല്ലാ മന്തും എൻ്റെ വീട്ടിലോട്ട് ഒരു 2 ദിവസമൊക്കെ ഇരിക്കാൻ വേണ്ടി വരും. ബട്ട് ഇത്തവണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു ക്ലൈമറ്റ് ചേഞ്ച് പോലെ കേട്ടോ. കാരണം അവിടെ ചൂടും തണുപ്പും കലർന്നൊരു ക്ലൈമറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തണുപ്പ് അത്രയായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല, ബട്ട് ചൂട് നല്ലോണം ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഞാൻ കാരണം വർഷങ്ങളായിട്ട് ഞാൻ അതുമായിട്ട് അഡാപ്റ്റഡ് ആണ്. ബട്ട് അവിടെ എനിക്ക് 1 ഇയർ ആയിട്ട് പോലും ആ ക്ലൈമറ്റ് കുറച്ചും കൂടി എനിക്ക് സൂട്ടാവുന്നില്ല. കാരണം ഞാൻ ഡെയിലി ഒന്നും തല വാഷ് ചെയ്യാത്ത ആളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ, കാരണം പെട്ടെന്ന് തല വാഷ് ചെയ്ത് തലനീരിറങ്ങുക അല്ലെങ്കിൽ ജലദോഷം വരിക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റായിട്ട് സൂട്ടാവണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. പിന്നെ ഞാനിവിടെ കുറേ വർഷം ഇരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസൺ ആകുമ്പോൾ വരുമ്പോൾ സ്കിന്ന് നന്നായി വലിയും, ഡ്രൈ ആവും. ഇങ്ങനെ പാമ്പിൻ്റെ പടമില്ലേ, അതുപോലെയാട്ടോ ആവുക. അതുകൊണ്ട് മാക്സിമം എണ്ണയിട്ട് കുളിച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടായിരുന്നു പണ്ടൊക്കെ ഇരിക്കുക. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസർ ഇടാതിരിക്കില്ല, കാരണം നല്ല പെയിനായിരിക്കും ചില സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്കിങ്ങനെ പഴയ എൻ്റെ
കോളേജിലെ ഓർമ്മകൾ, എൻ്റെ സ്കൂളിലെ മെമ്മറീസ്. അങ്ങനെ സ്കൂളിൽ പറയാൻ എനിക്കിങ്ങനെ മെമ്മറീസ് മീൻസ് നമുക്കതൊരു ചൈൽഡ്ഹുഡ് ആണല്ലോ. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഇഷ്ടം പോലെ, അതായത് എനിക്ക് പറഞ്ഞാൽ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ ഒരു 28ാമത്തെ വയസ്സിലും കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും നല്ല ഓർമ്മയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറേ കളിയാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, എൻ്റെ വീട്ടിലത്തെ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ നല്ല രസം, അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, കാരണം പെട്ടെന്ന് അതൊക്കെ ഇങ്ങനെ മൈൻഡിലോട്ട് വരുമ്പോൾ ഒരു ഹാപ്പിനെസ് കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞ് കോളേജിലുള്ള മെമ്മറീസ് ആണെങ്കിലും അതെ നല്ല രസമായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു കുട്ടിയുടെ കൂടെ എല്ലാവരോടും സംസാരിക്കുമെങ്കിലും എനിക്ക് ഫ്രണ്ട് എന്ന് പറയാൻ ഒരാളെ ഉണ്ടായിരുന്നു കേട്ടോ, ക്ലോസ് ഫ്രണ്ടായിട്ട്. അവളുടെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെ ഇന്റർവെൽ ആയി അവളുടെ കൂടെ കൈപിടിച്ച് നടന്ന് ഇങ്ങനെ കോമഡീസ് ഒക്കെ ഷെയർ ചെയ്ത് നല്ല രസമായിരുന്നു. അന്നൊക്കെ ആ ഒരു 3 വർഷം അത്രയും സ്കൂൾ ലൈഫിനേക്കാളും കൂടുതൽ എൻ്റെ ഡിഗ്രി ലൈഫാണ് ഞാൻ കൂടുതലായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളത്. പിന്നെ PG കുറച്ച് അങ്ങനെ സംസാരിച്ചാലും അത്ര അധികം ആരോടും അങ്ങനെ നിന്നിട്ടില്ല. പിന്നെ BEd പോയപ്പോൾ ഞാൻ ഞാൻ തന്നെ സ്വന്തമായിട്ട് മാറി. അതായത് നല്ല ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ബട്ട് അവിടെ പോയതിനു ശേഷം BEd എന്നെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തു. എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ BEd സ്റ്റുഡൻസിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇന്റേൺഷിപ്പിന്റെ സമയമായിരിക്കും. നമുക്ക് അത്രയും സ്ട്രെസ് പറഞ്ഞാൽ അത് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. മാനേജ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ പോയപ്പോൾ 2 സെമിസ്റ്ററൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ റിപ്പോർട്ട്സും ഞങ്ങൾക്ക് ഇങ്ങനെ ടാസ്ക്, അതായത് സെമിനാർ പോലെ എഴുതുന്നതിന് ഞങ്ങൾ ടാസ്ക് ആൻഡ് അസൈൻമെന്റ്സ് എന്നൊക്കെ പറയാം. അപ്പം അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുമാത്രം ഇത് ഇങ്ങനെ കൂടെയുള്ള ഫ്രണ്ട്സ്, എൻ്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളൊക്കെ നല്ല രസമായി. പിന്നെ ഞങ്ങൾക്ക് ജനറൽ ക്ലാസ് ഉണ്ടായിരുന്നു. ജനറൽ ക്ലാസ്സിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. ഇങ്ങനെ ടീച്ചേഴ്സ് വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു, അങ്ങനെ പിന്നെ നമുക്കിങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ ചിലതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും, ചിലതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം മുങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ BEd മോഡിൽ എല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പറ്റും. കാരണം അത് നമ്മുടെ അതായത് നമ്മുടെ ഒരു മാർക്കിനെ എഫക്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മളത് ചെയ്തിരിക്കണം. അതിനൊരു സ്ട്രിക്റ്റ് റൂൾ ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് BEd സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചു നോക്കിക്കോ. ഇപ്പം പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കിക്കോളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഇന്റേൺഷിപ്പ്. അതായത് ഞാൻ ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പ് കോളേജ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് വുമൺസ് കോളേജിൽ പോയിട്ടുണ്ട്, 2 കോളേജിലായിട്ട് 1 വർഷം. അതായത് അവിടെ പോകുമ്പോൾ പറയുമ്പോൾ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് അത് ഒരു കോളേജ് ലെവലിലുള്ള പിള്ളേരാണ്. അതായത് ഇത്തിരി മെച്ചുവേർഡ് ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ, ഒരു 7th 8th 9th 10th അവർക്ക് പറയുമ്പോൾ ആ ഒരു പ്രായത്തിന്റെ മെച്യൂരിറ്റി ഉണ്ടാവുള്ളൂ. അവരുടെ കൂടെയൊക്കെ അങ്ങനെ അവിടെ നിന്ന് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കൂട്ടോ. നല്ല സത്യം പറഞ്ഞാൽ അത് ഇത്തിരി സ്ട്രെയിൻഫുൾ ആണെങ്കിലും നല്ലൊരു മെമ്മറിയാണ്. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലൊക്കെ ഇപ്പം ഇവിടെ വന്ന് ഇപ്പം എവിടെയെങ്കിലും നടന്ന് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. മാധുരി ടീച്ചർ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊക്കെ വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ അങ്ങനെ BEd 2 വർഷമാണല്ലോ. അപ്പോൾ പിന്നെ സെക്കൻഡ് ഇയർ ആണ് അങ്ങനെ എൻ്റെ മാരേജൊക്കെ വന്ന്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. നല്ലൊരു പാർട്ട്ണറാണ്, എനിക്ക് പറ്റിയൊരു പാർട്ട്ണർ തന്നെയാണ് കേട്ടോ. അതായത് ഏകദേശം എന്നെപ്പോലെ ഒരാൾ തന്നെയാണ്. പിന്നെ 1 ഇയർ നല്ല സക്സസ്ഫുൾ ആയിട്ട്, അതായത് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ. പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ആവാൻ കുറച്ച് നമ്മൾ 2024 കണ്ട ആൾക്കാരാണ്. അതായത് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്, 2024 കണ്ട ആൾക്കാരാണ്. അപ്പോൾ പെണ്ണ് കാണാനൊക്കെ വന്ന് അങ്ങനെ കണ്ട ആൾക്കാരാണ്. അപ്പം നമുക്ക് 1 ഇയർ കൊണ്ട് നമ്മൾ ആ ഒരു ലവ്, നമുക്കുള്ളിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നുണ്ടെങ്കിലും ഒരാളെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചും കൂടി വർഷങ്ങൾ എടുക്കൂലേ. അപ്പം നമ്മൾ ആ ഒരു ലവ് വരുന്നത് വരെ എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇതിലൊന്നും ഒരു എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ പറയുന്നതിൽ. ബട്ട് ഐ എം റിയലി ഹാപ്പി വിത്ത് ദിസ് ലൈഫ്. പ്രസന്റ് ലൈഫായിട്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പണ്ടൊന്നും അധികം അങ്ങനെ പുറത്ത് പോയിട്ടില്ല. പക്ഷെ ആകെ PGക്ക് മാത്രം പഠിക്കുമ്പോഴേ അങ്ങനെ കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ അവരുടെ കൂടെയൊക്കെ പോയി കണ്ടിട്ടുള്ളൂ, ഫുഡ് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഫുഡ് കഴിക്കുന്നതും പുറത്ത് പോകുന്നതും നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ പോകുന്നതും നമ്മുടെ പാരൻസിൻ്റെ കൂടെ പോകുന്നതും നമ്മുടെ സിബ്ലിങ്സിൻ്റെ കൂടെ പോകുന്നതും ഇതൊക്കെ ഒരു ഡിഫറൻസ് കൂടുതലുണ്ട് കേട്ടോ. അതായത് ഡിഫറൻസ് ഇൻ ദ സെൻസ് നമുക്കത് റിലേഷൻഷിപ്പ് വൈസ് നമുക്ക് ഓരോന്നും വ്യത്യാസമല്ലേ. അപ്പം അവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കതൊരു
നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്ക് പല രീതിയിലായിരിക്കും നമുക്കൊരു ഹാപ്പിനെസ് തരിക. അങ്ങനെ എനിക്ക് തോന്നുന്നു 2026 എനിക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ജനുവരി തൊട്ട് നല്ല ഓക്കെ ആയിട്ട് പോകുന്നു. ഇനി എന്നും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വെച്ച് സങ്കടങ്ങൾ വരണ്ടെന്നല്ല, സങ്കടങ്ങളും വന്നോട്ടെ സന്തോഷങ്ങളും വന്നോട്ടെ. ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, സങ്കടം സന്തോഷം അതിങ്ങനെ ഒരു വെയ്വ് പോലെ ഇങ്ങനെ പൊക്കോട്ടെ. അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ പോവുക. നമ്മൾ പോസിറ്റീവ് ആവുക. പ്രായം കൂടുന്തോറും നമ്മൾ അത്രയും മെച്ചുവേർഡ് ആവത്തേ ഉള്ളൂ എന്നും ഞാനത് മനസ്സിലാക്കിയിട്ട്. കാരണം പണ്ടത്തെ ഞാനല്ല ഇപ്പത്തെ ഞാൻ. കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് പല കാര്യങ്ങളും പറ്റില്ല, സാധിക്കില്ല. പണ്ടൊന്നും ഞാൻ ഇത്രയൊന്നും സംസാരിക്കുക പോലും ഇല്ലായിരുന്നു ഒരാളോട് പോയിട്ട്. അതായത് അവരോട് സംസാരിക്കണം, അവരോട് മിണ്ടണം, ഇന്ന ആളോട് പോയി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫ്രണ്ട്ലി ആവണം, അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ. എനിക്ക് കാരണം അങ്ങനെ ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. പക്ഷെ ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കോളേജ് മൂന്ന് കോളേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഡിഗ്രി, PG, BEd. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്രയും എന്താ പറയാ സംസാരിക്കാനൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ തനിയെ നമുക്ക് വരും. പിന്നെ എന്താ പറയാ, എനിക്ക് ആ മെമ്മറീസ് ബാക്കിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ, മിസ്സിങ് ഫീലിങ്സ് ഉണ്ട്. പിന്നെ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ട സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഒരിക്കൽ ഒരു കൊച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ജൂനിയറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പേര് എങ്ങനെയൊക്കെ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ നമ്മൾ ഈ കാലങ്ങൾ കഴിഞ്ഞ് 30-35 വയസ്സൊക്കെ ആയി എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യില്ലേ, അപ്പൊ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് പറയുന്നത് വളരെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ. ആ ഒരു പഴയ കാലഘട്ടത്തേക്ക് പഴയ കാലഘട്ടമല്ല, പഴയ മെമ്മറീസിലോട്ടൊക്കെ നമ്മൾ പോവില്ല. അതൊക്കെ വളരെ നല്ല രസമായിരുന്നു കേട്ടോ.